എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസിനെ പറ്റിയിട്ടാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾ എന്തിനടിസ്ഥാനത്തിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? അതിൻ്റെ സൈഡ്സിന് അനുസരിച്ചിട്ടാണ് നമ്മളിവിടെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ആദ്യമായിട്ട് ഈക്വലേറ്ററൽ ട്രയാങ്കിൾ, പിന്നെ ഐസോസിലസ് ട്രയാങ്കിൾ ആൻഡ് സ്കെയിലിൻ ട്രയാങ്കിൾ. ഇതൊക്കെ എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്നുള്ളതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ആദ്യമായി ഇക്വലേറ്ററൽ ട്രയാങ്കിൾ. ഇക്വലേറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സിനും ഒരേ ലെങ്ത് ആയിരിക്കും. ഇത്തരത്തിൽ ഒരേ ലെങ്ത്തുള്ള ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസിനും ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? അവയിലെ ആംഗിൾസ് എന്ന് പറയുന്നതും 3ഉം സെയിം തന്നെ ആയിരിക്കും. അതായത് ഇക്വലേറ്ററൽ ട്രയാങ്കിളിലെ ഏത് ആംഗിൾ എടുത്താലും ആ ആംഗിളിൻ്റെ മെഷർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അടുത്ത ടൈപ്പ് ഓഫ് ട്രയാങ്കിളാണ് ഐസോസിലസ് ട്രയാങ്കിൾ. ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ 2 സൈഡ്സ് എന്ന് പറയുന്നതായിരിക്കും എപ്പോഴും ഈക്വൽ ആയിട്ടുണ്ടാവുക. തേർഡ് സൈഡ് എന്ന് പറയുന്നത് ഈ 2 സൈഡ്സിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലെങ്ത് ആയിരിക്കും. ബി എ എന്ന് പറയുന്ന സൈഡും സി എ എന്ന് പറയുന്ന സൈഡും 10 ആണ് അല്ലേ? അപ്പോൾ അതിന് ഓപ്പോസിറ്റുള്ള ആംഗിൾസ് നോക്കൂ. ബി എക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ എന്ന് പറയുന്നത് സി, അത് 50 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ സി എക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാ? അതും 50 ഡിഗ്രിയാണ്. അതായത് സെയിം ആയിട്ടുള്ള സൈഡ്സ് വരുന്നതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആയിരിക്കും. ഇനി മൂന്നാമതൊരു ടൈപ്പ് ഓഫ് ട്രയാങ്കിളാണ് സ്കെയിലിൻ ട്രയാങ്കിൾ. ഇവിടെ എന്താണ് പ്രത്യേകത ഈ ട്രയാങ്കിൾസിൻ്റെ? ഇതിലെ 3 സൈഡ്സും ഡിഫറെൻറ്റ് ലെങ്ത് ആയിരിക്കും. ഇനി 3 സൈഡും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ആംഗിൾസും 3ഉം ഡിഫറെൻ്റ് ആയിരിക്കും. തന്നിരിക്കുന്ന പിക്ചറിൽ നോക്കൂ, 3 സൈഡ്സും ഡിഫറെൻ്റ് ആണ്, അതുപോലെ 3 ആംഗിൾസും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ട്രയാങ്കിൾസിനെയാണ് നമ്മൾ സ്കെയിലിൻ ട്രയാങ്കിൾ എന്ന് പറയുന്നത്.